നമസ്കാരം. ഞാൻ ഗോപാലകൃഷ്ണൻ, യൂട്യൂബ് ചാനലിൽ ആണ്. ഈ അമ്പലത്തിലെ പ്രതിഷ്ഠാ മഹോത്സവം നടക്കുകയാണല്ലോ. അടുത്ത കാലത്തായിട്ട് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന അമ്പലമാണ്. അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ട് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെയാണ് പരിപാടികൾ എന്നൊന്ന് ചെറുതായിട്ട് വിവരിക്കാം. ഈ 2024 മെയ് മാസത്തിലാണ് ക്ഷേത്രത്തിന്റെ രണ്ടാം പ്രതിഷ്ഠാ ദിനം വരുന്നത്. അത് മെയ് മാസം 5, 6, 7, 8 തീയതികളിലാണ് നടക്കുന്നത്. 8-ാം തീയതിയാണ് ദിനം വരുന്നത്. ദേവിയുടെയും അയ്യപ്പന്റെയും പിറന്നാൾ വരുന്നത്. അപ്പം ബാക്കിയുള്ള ദിവസങ്ങളിൽ പ്രാദേശിക പരിപാടികളും കലാപരിപാടികളുമായിട്ട് വരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും. ക്ഷേത്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും മറ്റുള്ള എല്ലാ ഭാഗ്യങ്ങൾക്കും വേണ്ടിയിട്ട് എല്ലാ നാട്ടുകാരെയും സഹകരണവും സഹായ സഹകരണങ്ങളും പ്രാർത്ഥനയും ഉണ്ടാകണമെന്നാണ് ഈ കമ്മിറ്റിക്ക് വേണ്ടി പറയാനുള്ളത്. നമസ്കാരം. സ്വാമി ശരണം അയ്യപ്പ, അമ്മേ നാരായണ, ദേവി നാരായണ. എൻ്റെ പേര് ബൈജു, ക്ഷേത്രത്തിന്റെ പ്രസിഡന്റാണ്. നമ്മുടെ 2024 മെയ് 6, 7, 8 ദിവസങ്ങളിലാണ് ക്ഷേത്ര പ്രതിഷ്ഠാ മഹോത്സവം നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ പൂജാതി കർമ്മങ്ങളോടുകൂടി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാോത്സവം ആരംഭിക്കുകയാണ്. അതുകൂടാതെ ദേശത്തിന്റെ വിവിധ കലാപരിപാടികളും 8-ാം തീയതി ക്ഷേത്രത്തിൽ നാടകവും എല്ലാം ഗംഭീരമായി മഹോത്സവമായി ആഘോഷിക്കുകയാണ്. ഈ ക്ഷേത്ര മഹോത്സവത്തിന്റെ പ്രത്യേകത, ക്ഷേത്രം പ്രതിഷ്ഠ നടത്തിയ കൊല്ലം മുതൽ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത്, പ്രതിഷ്ഠ നടന്ന് നട തുറക്കുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിന്റെ മുകളിൽ ശ്രീകൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുന്ന ഒരു അത്യപൂർവമായ ഒരു കാഴ്ച നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ കഴിയും. അത് ഈ വർഷവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ശബരിമലയിലെ അയ്യപ്പന്റെ അവിടെ നടക്കുന്ന ആ ശ്രീകൃഷ്ണപ്പരുന്ത് ഇവിടെയും ഈ ക്ഷേത്രത്തിൽ തന്നെ ആ ചൈതന്യം ഇവിടെ ആ സമയത്ത് ഇവിടെ ഉണ്ടാവുമെന്നുള്ള വിശ്വാസമാണ് ഈ നാട്ടുകാർക്കുള്ളത്. അതിനുവേണ്ടി ഈ പ്രദേശത്തെയും നാട്ടുകാരെയും ഭക്തജനങ്ങളെയും ഈ ക്ഷേത്രത്തിലെ ആദരപൂർവം ക്ഷണിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും എല്ലാ സഹായങ്ങളും ഈ പ്രദേശത്തെ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ബിജേഷ്, ശ്രീധർമ്മശാസ്ത്ര ഭദ്രകാളി ക്ഷേത്രത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ്. ഈ നാട്ടുകാരുടെയും ഞങ്ങളുടെ കമ്മിറ്റിക്കാരുടെയും ഏറെക്കാലത്തെ ഒരു സ്വപ്നമായിരുന്നു ഈ ഒരു ക്ഷേത്രം എന്നത്. അത് ഈ നാട്ടിലെ നല്ലവരായ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണത്തോടുകൂടി ഇത്രയും വലിയൊരു ക്ഷേത്രത്തിന്റെ ഇതിലേക്ക് എത്തി സാധിച്ചു. അതിൽ ഞങ്ങളെല്ലാം വളരെയേറെ സന്തോഷത്തിലാണ്. ഈ ഉത്സവം നടക്കുന്ന വേളയിൽ മുൻ വർഷത്തെ പോലെ എല്ലാ നല്ലവരായ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണം. എല്ലാവരെയും മെയ് 6, 7, 8 തീയതികളിൽ ഈ ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി എല്ലാവരെയും സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കുകയാണല്ലോ. അതായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്വയം ഒന്ന് പരിചയപ്പെടുത്തിയിട്ട്, ഇവിടുത്തെ മേൽശാന്തിയാണല്ലോ, അതേപോലെ തന്നെ തന്ത്രി പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടാണ്, തരണനല്ലൂർ തെക്കിനിയടത്ത്. അപ്പോൾ അവരെയും കാര്യങ്ങൾ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് പങ്കുവെക്കണം. ലോകവീര്യം മഹാപൂജ്യം സർവരക്ഷാകരം ദേവം പാർവതീഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമി ശരണയ്യപ്പ. എൻ്റെ പേര് പ്രസാദ് എന്നാണ്. ഞാനിവിടെ 2010 നവംബറിലാണ് മഠത്തിലായതുകൊണ്ട് ശാന്തിക്ക് നിത്യപൂജ ഇല്ല, അന്ന് മാസപൂജ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാലത്ത് മാസപൂജയിലാണ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെയായിരുന്നു. പിന്നെ 2014 പ്രശ്നം വെച്ചതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ക്ഷേത്രം വരണമെന്ന് ആഗ്രഹം ഉണ്ടായി, പ്രശ്നത്തെ കണ്ടെത്തി. അങ്ങനെയാണ് ഇവിടെ 2 രൂപത്തിൽ ഭദ്രകാളിയുടെയും അയ്യപ്പൻ്റെയും അമ്പലം ഉണ്ടായി വരുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യാർത്ഥം അവർ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ അമ്പലമാണ്. അവരാണ് അമ്പലം ഉടമസ്ഥർ, അവരാണ് ജനങ്ങളെ അമ്പലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്ന ഓരോരുത്തരും ഇവിടുത്തെ ആൾക്കാരാണ്.
അതെ അതെ അതെ. ഇവിടുത്തെ കുട്ടികളാണ്. അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇവിടുത്തെ ആചാരം നിശ്ചയിച്ച് തന്ന പൂജാ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. വഴിപാടുകളൊക്കെ കൃത്യമായി ചെയ്യാൻ പറ്റുന്നുണ്ട്. പൂജാകാര്യം കൃത്യമായി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ ഇരുത്തം ദേവന്റെയും ദേവിയുടെ ഇരുത്തം അങ്ങനെയാണ്. അനുഗ്രഹം ചുരിഞ്ഞുകൊണ്ടുള്ള ഇരുത്താണ്. അപ്പൊ ഇവിടെ വരുന്ന ഒരാൾക്ക് അവരെ ഇഷ്ടകാര്യങ്ങൾ പറയുമ്പം അവർക്ക് സാധിച്ചു കിട്ടുന്നുണ്ട്. അതെ അതെ, അതാണല്ലോ ഇവിടെ വന്ന ഒരാളും ഇഷ്ടമല്ല പിന്നെയും ഇവിടേക്ക് വരാൻ തോന്നുന്നൊരു അമ്പലമാണ്. ഒരു വട്ടം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നുകൂടി പോകണം. മലയ്ക്ക് പോയ മാതിരിയാണ്. മലയ്ക്ക് പോകുമ്പോൾ നമുക്ക് പിന്നെയും പോയി പോകുമ്പോൾ അതുപോലത്തെ അവസ്ഥയാണ് ഇവിടെ. കാരണം ഇവിടെ മടുപ്പ് ആർക്കും വരില്ല. എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിലും ആർക്കും ഒരു മടുപ്പായിട്ടൊന്നും തോന്നാറില്ല ഇവിടെ. അതുകൊണ്ട് ഇവിടുത്തെ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന അയ്യപ്പനെയും ദേവീനെയും പറിച്ചുകൊണ്ട് ഇവിടുത്തെ എല്ലാവർക്കും ചാത്തൻകാവ് അമ്പലപ്പടിയിലെ എല്ലാവർക്കും അമ്മമാർക്കും അനിയന്മാർക്കും എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. കൂടാതെ നമ്മുടെ മെയ് 6, 7, 8 തീയതി നടക്കുന്ന പ്രതിഷ്ഠാ മഹോത്സവത്തിലേക്ക് എല്ലാവരെയും ആദരപൂർവ്വം ഇവിടേക്ക് എത്തിച്ചേരാൻ വളരെ സന്തോഷം. എൻ്റെ പേര് മോഹൻദാസ് എന്നാണ്. ഞാൻ ഇവിടെ കൗണ്ടർ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ 6, 7, 8 തീയതി മെയ് മാസത്തിൽ നടക്കുന്ന പ്രതിഷ്ഠാ മഹോത്സവത്തിന് എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും അതിനുവേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് അവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സന്തോഷം. എൻ്റെ പേര് ഗണേശൻ. ഇവിടെ മെയ് 6-ാം തീയതി നടക്കുന്ന പ്രതിഷ്ഠാ മഹോത്സവത്തിൽ 6, 7, 8 മഹോത്സവത്തിൽ എല്ലാവരും ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് ഗീതമായി അഭ്യർത്ഥിക്കുന്നു. യെസ്, സന്തോഷം. ഇവിടെ പ്രതിഷ്ഠാ മഹോത്സവം നടക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ കമ്മിറ്റിക്കാർ പറഞ്ഞത് നിങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ വരാറുണ്ട് എന്നാണ്. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് ഈ അമ്പലമായിട്ടുള്ളൊരു ബന്ധവും ഒന്ന് പറയാം. മിക്ക ദിവസങ്ങളിലും ഒരുവിധം കഴിയുന്ന എല്ലാ ദിവസങ്ങളിലും വരാറുണ്ട്. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടുന്ന ഒരു സ്ഥലമാണിത്. അതാണ് ഏറ്റവും നമ്മളെ ഈ അമ്പലത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഫാക്ടർ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാ രീതിയിലും ഞങ്ങൾക്ക് നല്ലൊരു ഉണർവ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഈ അയ്യപ്പന്റെയും ഭഗവതിയുടെയും അടുത്ത് നമ്മൾക്ക് എപ്പോഴും വരാനുള്ള ആ ഒരു ആകർഷണം. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കാനും എപ്പോഴും വരാനും കഴിയണേ എന്ന് തന്നെയാണ് പ്രാർത്ഥന. അതേപോലെ തന്നെ പ്രതിഷ്ഠാദിന മഹോത്സവം 3 ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അത് എത്രയും ഭംഗിയായിട്ട് എല്ലാ ജനങ്ങളുടെയും സഹായ സഹകരണത്തോടെ നല്ല രീതിയിൽ നടക്കണേ എന്നുള്ള പ്രാർത്ഥന കൂടി. വളരെയധികം സന്തോഷം. വളരെ